നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ സുരേഷ്. എന്റെ ഭാര്യയുടെ പേര് പ്രിയ, അമ്മായിയമ്മയുടെ പേര് രമ, അമ്മായിയച്ഛൻ ദേവൻ. അവർക്ക് ഒരേ ഒരു മകളാണ് പ്രിയ. അവളുടെ അച്ഛൻ വർഷങ്ങളായി ഗൾഫിലാണ്. അമ്മ നാട്ടിൽ ടീച്ചറായതിനാൽ ഗൾഫിലേക്ക് പോയിട്ടില്ല. എന്റെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഏകദേശം 26 വയസ്സായി. അമ്മായിയമ്മയ്ക്ക് അപ്പോൾ ഒരു 42 വയസ്സുണ്ടാവും. എന്റെ ജോലി അവളുടെ വീടിന്റെ അടുത്തായതിനാൽ ഞങ്ങൾ അവളുടെ വീട്ടിലാണ് താമസം. എന്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. അമ്മായിയമ്മയുടെ സ്കൂൾ എന്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇനി ഞാൻ അമ്മായിയമ്മയെ കുറിച്ച് പറയാം. നല്ല ഇളം വെളുപ്പ് നിറമാണ്, നല്ല ഉയരം, അതിനൊത്ത തടി, നല്ല ശരീരം, നല്ല ഷെയ്പ്പാണ്. 2 വർഷത്തിലൊരിക്കലാണ് അമ്മായിയപ്പൻ ഗൾഫിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അമ്മായിയമ്മയുടെ ശരീരത്തിന് ഒരു ഇടവും തട്ടിയിരുന്നില്ല. വീട്ടിലാണെങ്കിൽ മാക്സിയും സ്കൂളിലേക്ക് സാരിയും ആയിരുന്നു അവരുടെ വേഷം. രണ്ടിലും അവർ ഒരു സെക്സി ലുക്കൊക്കെ ആയിരുന്നു. അമ്മായിയപ്പൻ ഗൾഫിൽ നിന്നും ധാരാളം സാരിയും നൈറ്റിയും കൊണ്ടു കൊടുത്തിരുന്നു. അതുകൊണ്ട് എന്നും അവർ നന്നായി ഒരുങ്ങും. എന്റെ വൈഫിനാണെങ്കിൽ ഡ്രസ്സിങ്ങിൽ അത്ര താല്പര്യമൊന്നുമില്ല. കാണാനും അത്ര സെക്സി ലുക്കൊന്നുമല്ല. അവളുടെ അച്ഛനെ പോലെ മെലിഞ്ഞ ശരീരമായിരുന്നു അവൾക്ക്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അമ്മായിയമ്മയെ ശ്രദ്ധിച്ചു തുടങ്ങി. എന്നാൽ അവർ അങ്ങനെ ഭാവിച്ചതൊന്നുമില്ല. ഞാൻ ബൈക്കിലും അവർ ബസ്സിലും ജോലിക്ക് പോകും. വൈകിട്ട് വന്നാൽ ഇരുന്ന് TV കാണും. കൂടുതലൊന്നും അടുത്തിരുന്നില്ല ഞങ്ങൾ. അങ്ങനെയാണ് ഒരു ദിവസം ബസ് സമരം വന്നത്. പ്രിയ പറഞ്ഞു, അമ്മേ, ഏട്ടന്റെ ബൈക്കിൽ പോയിക്കോളൂ സ്കൂളിലെന്ന്. അവർ അതുവരെ ബൈക്കിൽ പോയിട്ടില്ല. എങ്കിലും ലീവില്ലാത്തതിനാൽ ബൈക്കിൽ വരാൻ സമ്മതിച്ചു. അന്ന് അവർ ഒരു ഇളം നീല നിറത്തിലുള്ള ഷിഫോൺ സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. പേടിയുള്ളതിനാൽ അവർ എന്നോട് നല്ലോണം ചേർന്നാണ് ഇരുന്നത്. അതുകൊണ്ട് ആ ശരീരം എന്നെ ടച്ച് ചെയ്ത് സൂപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവരോട് എന്നെ ശരിക്കും പിടിച്ചിരുന്നോളാൻ പറഞ്ഞു. ആദ്യമൊക്കെ ഒന്ന് മടിച്ചെങ്കിലും ബൈക്കിന്റെ സ്പീഡ് കൂടിയപ്പോൾ തന്നെത്താനെ പിടിക്കാൻ തുടങ്ങി. വൈകിട്ടും തിരിച്ചും ഞങ്ങൾ ബൈക്കിൽ തന്നെ വന്നു. വീട്ടിലെത്താറായപ്പോൾ എങ്ങനെയുണ്ട് ബൈക്ക് യാത്ര എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ എൻജോയ് ചെയ്തു എന്ന്. തിരിച്ചു വരുമ്പോൾ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാനും പറഞ്ഞു, ഞാനും എൻജോയ് ചെയ്തു എന്ന്. അത് കേട്ട് അവർ അമർത്തിച്ചിരിച്ചു. ഞങ്ങളുടെ ഭാഗ്യത്തിന് ബസ് സമരം ഒരാഴ്ച നീണ്ടുപോയി. ബൈക്ക് യാത്ര സ്ഥിരമായി. കൂട്ടത്തിൽ വൈകിട്ട് വരുമ്പോൾ ഒരു ഷോപ്പിങ്ങും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ല വിശപ്പ്, നമുക്കെന്തെങ്കിലും കഴിക്കാം. ഞങ്ങൾ മുന്തിയ ഒരു റെസ്റ്റോറന്റിൽ കയറി. AC ഫാമിലി ക്യൂബിക്കിളിലിരുന്ന് കട്ട്ലറ്റും ജയിക്കും ഓർഡർ ചെയ്തു. വലിയ ഹോട്ടലായതിനാൽ സമയമെടുക്കും. ഇങ്ങനെ അടുത്തു പെരുമാറാൻ ഇതുവരെ അവസരം കിട്ടിയിരുന്നില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഗൾഫിൽ പോവാത്തെ? അവർ പറഞ്ഞു, ജോലി കളയാൻ വയ്യ. പിന്നെ ഈ ചെറുപ്രായത്തിൽ പോയില്ല, ഇനി എന്തിനാ എന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേ? അവർ പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ല. എന്നും ദേവേട്ടൻ ഗൾഫിലാണ്. പിന്നെ പുള്ളി എത്ര ജോളി ടൈപ്പ് ഒന്നും അല്ല. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും ബൈക്ക് വാങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ബൈക്ക് യാത്രയുടെ ഒരു സുഖം അറിയുന്നത്. ഞാൻ പറഞ്ഞു, ആന്റി വിഷമിക്കണ്ട, ഇനി എന്നും ബൈക്കിൽ പോവാം. എനിക്കും അതൊരു സുഖമാണ്. അതുമാത്രമല്ല, ആന്റിയുടെ സുഖമാണ് ഇനി എനിക്ക് സന്തോഷം. അവർ എന്നെ നോക്കി ചുണ്ട് കടിച്ചുകൊണ്ടൊരു ചിരിയിരിച്ചു. അവർ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു എന്ന് തോന്നി. ബസ് സമരം തീർന്നിട്ടും ഞങ്ങളുടെ യാത്ര ബൈക്കിൽ തന്നെയായി. ഒരിക്കൽ പറഞ്ഞു, ഇത്ര ചുള്ളനായ പയ്യന്റെ കൂടെ ബൈക്കിൽ വരുന്നതിൽ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അസൂയുണ്ടെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, ഇത്ര സുന്ദരിയായ ആളെ ബൈക്കിൽ വെച്ച് പോകുന്നത് കാണുന്ന ആണുങ്ങൾ വെള്ളമിറക്കുന്നുണ്ടാവുമെന്ന്. അവർ എന്നോട് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പ്രിയയുടെ അഭാവത്തിൽ എന്റെ അടുത്ത് വന്ന് പലതും പറഞ്ഞിരിക്കാൻ തുടങ്ങി. ദേവനങ്കിൽ വരുമ്പോൾ മാത്രം ഇടാറുള്ള ആ സെക്സി നൈറ്റുകൾ ഇട്ടു തുടങ്ങി. അങ്ങനെ ദൃശ്യസുഖവും വല്ലപ്പോഴുള്ള തട്ടലും മുട്ടലുമൊക്കെയായി പോകുമ്പോൾ എന്റെ ഭാഗ്യമെന്നേ പറയുള്ളൂ. രമയാന്റിക്ക്, അതായത് എന്റെ അമ്മായിയമ്മയ്ക്ക്
സർവീസ് പേപ്പേഴ്സ് എന്തോ ശരിയാക്കാനായി തിരുവനന്തപുരത്തേക്ക് പോകണോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ 2-3 ദിവസം അവിടെ തങ്ങണം. കണ്ണൂരിലുള്ള ഞങ്ങൾക്ക് അവിടെ ആരും ഇല്ലായിരുന്നു. പ്രിയയാണ് പറഞ്ഞത്, അമ്മയും ഏട്ടനും കൂടെ പൊയ്ക്കോളൂ. പ്രഗ്നന്റ് ആയതിനാൽ അവൾക്ക് വരാൻ പറ്റില്ല. അവൾക്ക് കൂട്ടിന് അടുത്തുള്ള ഒരു അമ്മായിയെ ആക്കിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. പെട്ടെന്നുള്ള യാത്രയായതിനാൽ AC വോൾവോ ബസ്സിലാണ് പോയത്. കാലത്ത് പുറപ്പെട്ട് വൈകിട്ടെത്തുന്ന ബസ്. അടുത്തടുത്ത സീറ്റിലിരുന്ന് യാത്ര തുടങ്ങി. ഒരു ഇളം റോസ് നിറത്തിലുള്ള നൈസ് സിൽക്ക് സാരി ആയിരുന്നു അവരുടെ വേഷം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. കുറച്ചുനേരം ഞങ്ങൾ പലതും പറഞ്ഞിരുന്നു. പിന്നെ അവർ ഉറക്കമായി. ആദ്യം എന്നെ മുട്ടാതെ നോക്കിയിരുന്നു. ഉറക്കം പിടിച്ചപ്പോൾ പെതുക്കെ എന്റെ മേലേക്ക് ചരിഞ്ഞു തുടങ്ങി. ഞാനും അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ അവരെ എന്റെ ചുമലിൽ കിടത്തി. ഇടത്തെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. എന്റെ ചുമലിൽ തലവെച്ച് അവർ സുഖമായി ഉറങ്ങി. അവരുടെ മുടിയിൽ നിന്ന് വരുന്ന ഷാമ്പൂവിന്റെ മണവും പിന്നെ അവർ അടിച്ച പെർഫ്യൂമിന്റെ മണവും എന്നെ വല്ലാതെ മത്തു പിടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇടയ്ക്കെപ്പോഴും ഉണർന്ന അവർ സാരിയെല്ലാം ശരിയാക്കി നേരെയിരുന്നു. ഞാനാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ഞാനും ഇരുന്നു. ഞങ്ങൾ പലതും പറഞ്ഞ് യാത്ര തുടർന്നു. ഇടയ്ക്ക് ഇറങ്ങി ഫുഡ് കഴിച്ചു. അവർ നല്ല പ്രസന്നവതിയായി കണ്ടു. രാത്രി 7 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ നേരത്തെ റൂം ബുക്ക് ചെയ്തിരുന്നു. റിസപ്ഷനിൽ നിന്നും കീ വാങ്ങി റൂം ബോയിയോടൊപ്പം റൂമിലേക്ക് പോയി. വിശാലമായ ഡീലക്സ് റൂം. അത് കണ്ട അവർ അതിശയിച്ചു പോയി. ഗൾഫിലാണെങ്കിലും ദേവനെങ്കിൽ അവരെ ടൂറിനൊന്നും കൊണ്ടുപോകാറില്ല. പോയാലും അടുത്ത സ്ഥലങ്ങൾ വരെ ഒന്ന് പോകും. രാത്രി തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യും. റൂം ബോയ് പോയ ശേഷം അവർ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. അവർ വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ള മാംഗോ ജ്യൂസ് വരുത്തി വെച്ചു. പിന്നെ ഞാൻ ഫ്രഷായി ഒരു ബെർമുഡയും ടീഷർട്ടും ഒക്കെ ഇട്ട് വന്നു. അപ്പോഴാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചത്. ഇതുവരെ ഞാൻ കാണാത്ത ഒരു പിങ്ക് സെക്സി നൈറ്റി. അതവരെ കൂടുതൽ സുന്ദരിയാക്കി. ഞാൻ മാംഗോ ജ്യൂസ് എടുത്ത് അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് വിൻഡോയിലൂടെ നഗരം കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവർ ഏതോ TV പ്രോഗ്രാം വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്ന് നിന്ന് അവരും നഗരക്കാഴ്ച കണ്ടു തുടങ്ങി. പലതും പറഞ്ഞു തുടങ്ങി ഞങ്ങൾ. ഇടയ്ക്ക് അമ്മ ചോദിച്ചു, ബസ് യാത്ര ശരിക്കും ആസ്വദിച്ചല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ശരിക്കും ഉറങ്ങിയല്ലേ? അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങിയിരുന്നില്ല. നിന്റെ കൊച്ചു കൊച്ചു വികൃതികൾ ആസ്വദിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ധൈര്യമായി. ഞാൻ അവരെ ചേർത്ത് പിടിച്ചു. അവർ അത് കാത്തു നിന്ന പോലെ തോന്നി. എന്റെ സകല കൺട്രോളും പോവുകയാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ വേണം, ഈ ജീവിതം മുഴുവൻ. പ്രിയയെ ഞാൻ ചതിക്കുകയാണെന്നറിയാം, എന്നാലും എനിക്കിനി നിന്നെ കൂടാതെ ജീവിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതത്ര സീരിയസ് ആയി എടുക്കണ്ട. നമ്മൾ ആരെയും ചതിക്കുന്നില്ല. എന്റെ ജീവിതം അമ്മയ്ക്ക് കൂടെ ഉള്ളതാണ്. നമ്മൾ എന്നും ഇതുപോലെ സൂഹിക്കും. പക്ഷേ ആരും അറിയാതെ നോക്കണമെന്ന് മാത്രം. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്നും അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടാവും. അമ്മ പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ കൂടുതൽ സുരക്ഷിതനാണെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും സുരക്ഷിതത്വം എനിക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്നുള്ള അമ്മയുടെ ആ പ്രവൃത്തി എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അമ്മ എന്നെ പിടിച്ച് കട്ടിലിലേക്കൊരു തെള്ള്. പ്രതീക്ഷിക്കാതെ നിന്ന ഞാൻ ആ കട്ടിലിൽ പോയി വീണു. അപ്പോഴമ്മ ഒരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ആ കട്ടിലിന്റെ സൈഡിൽ വന്നിരുന്നു. പിന്നെ അവിടെ നടന്നത് നിങ്ങൾ ഊഹിച്ചെടുക്കുക.